തിരുവനന്തപുരം നഗരത്തിൽ 19കാരനെ കുത്തിക്കൊലപ്പെടുത്തിയത് മുൻ വൈരാഗ്യത്തിന്റെ പേരിലെന്ന് സംശയം. കൊലപാതകം ആസൂത്രിതമെന്നും പോലീസ്. ഫുട്ബോൾ ടീമുകൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം സ്കൂളിൽ നടന്ന ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടല്ല തർക്കം ഉണ്ടായതെന്ന് പ്രിൻസിപ്പൽ പ്രമോദ്. എവിടുന്നുള്ള ഏത് കുട്ടിയാണെങ്കിലും മരണപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. പക്ഷെ അത് തേക്കാട് മോഡൽ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ആ വിഷയത്തിലില്ല. സുലേഖ ചേരുകയാണ്. സുലേഖ, ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. കുറച്ച് ചെറുപ്പക്കാർ ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ഒരു യുവാവിനെ കുത്തി കൊലപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? വൈകിട്ടാണ് തൃശ്ശൂർ നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം തിരുവനന്തപുരം മോഡൽ സ്കൂൾ ജംഗ്ഷന് സമീപം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. നഗരത്തിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ രാജാജി നഗറിനോടടുത്തായിരുന്നു ഈ ഫുട്ബോൾ മത്സരം നടന്നത്. അതിലുണ്ടായ തർക്കം, വാക്കുതർക്കം, അത് പിന്നീട് ഇത്തരത്തിൽ കുത്തിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, ഒരു 18 വയസ്സുകാരന്റെ കൊലപാതകത്തിലേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞത്. എന്തായാലും ഈ മരിച്ച അലന്റെ ഒരു ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടി കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നെഞ്ചിലേക്ക് ഒരു കുത്തേറ്റിട്ടുണ്ട്. ഈ 2 മർദ്ദനങ്ങൾ മാത്രമാണ് അലന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഈ നെഞ്ചിലെത്തിയ കുത്ത് അതാണ് ഈ മരണ കാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട 5ഓളം വരുന്ന പ്രതികളെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഇതിൽ അക്രമികളായ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ കൊലപാതകം അത് ആസൂത്രണം ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഈ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ തർക്കങ്ങൾ അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള 5 പേരെയും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക്, മറ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കും എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇന്നലെ ഈ തർക്കം തീർക്കുന്നതിന് വേണ്ടി ഒത്തുതീർപ്പ് ചർച്ച വെച്ചിരുന്നു. ഈ തർക്കം നിലനിന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളതിലും ഒരു അത്തരത്തിലൊരു കാര്യം കൂടിയുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന ഇരു ടീമുകളിൽ ഉണ്ടായിരുന്ന പകുതിയോളം വരുന്ന അല്ലെങ്കിൽ 3/4 വരുന്ന വിദ്യാർത്ഥികളാണ് ഈ ഇരു ടീമുകളിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് ഈ മൈനർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കേസിന്റെ കാര്യങ്ങളിലൊക്കെ തന്നെയും ഒരു കാര്യങ്ങളുണ്ടാവും. എന്തായാലും അലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ 5 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 2 പേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ നടപടികളിലൊക്കെ തന്നെയും പോലീസ് കടന്നിരുന്നു. സുലേഖ, ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾ 5 പേർ അവർ 18 വയസ്സിന് താഴെ പ്രായമുള്ളവരാണോ, മൈനേഴ്സ് ആണോ? ഷമി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുകളിൽ കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണെങ്കിലും ഈ ഫുട്ബോൾ കളിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണെങ്കിലും അതിൽ മുതിർന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ യൂണിഫോം ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. അതിനപ്പുറം തന്നെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന ആളുകളും ഈ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തവരിൽ അതിൽ മുതിർന്ന ആളുകളുണ്ട്. കാപ്പാസ് പ്രതി അടക്കമുള്ള ആളുകൾ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ നിലവിലുണ്ട്. എന്തായാലും ഇവരെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ തന്നെയും പോലീസ് കടന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മോഡൽ സ്കൂളിന് യാതൊരു പങ്കുമില്ല. ഇത്തരത്തിൽ മോഡൽ സ്കൂൾ ബന്ധപ്പെട്ട തർക്കം അത് രാജാജി നഗറിന് സമീപം നടന്ന ഫുട്ബോൾ മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കം ഉണ്ടായത്. ചിലരെങ്കിലും ഇത്തരത്തിൽ മോഡൽ സ്കൂളിൽ നടന്ന മത്സരമാണ് ഈ തർക്കത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളില്ല എന്നതാണ് സ്കൂളിലെ പ്രിൻസിപ്പൽ പ്രമോദ് സാർ നമ്മളോട് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. ഷമി, സുലേഖ, ഈ അലൻ എവിടെയുള്ളതാണ്, സ്വദേശം എവിടെയാണ് അലന്റെ? ഷമി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അലൻ രാജാജി നഗർ സ്വദേശിയാണ്. 18 വയസ്സുകാരനാണ് അലൻ.
ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ രാജാജി നഗറിനോട് ചേർന്ന് മോഡൽ സ്കൂൾ ജംഗ്ഷന് സമീപത്ത് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത്. അലന് 18 വയസ്സാണ്. ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും ഈ ഫുട്ബോൾ മത്സരങ്ങൾ അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള 18 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ ഉള്ളൊരു ഫുട്ബോൾ മത്സരമാണ് രാജാജി നഗറിന് സമീപം നടന്നത്. അതിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോൾ പോലീസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 പേരടങ്ങുന്ന ഒരു സംഘം അത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 2 പേരെ ഇന്നലെ രാത്രിയിലും പിന്നീട് ഇന്ന് രാവിലെ മറ്റ് 3 പേരെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും മറ്റു കാര്യങ്ങളും. ഈ കസ്റ്റഡിയിലുള്ളവരിൽ കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകൾ കസ്റ്റഡിയിൽ ഉള്ളവരിലുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കസ്റ്റഡി നടപടികളൊക്കെ തന്നെയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.